ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയത്. കാരണം എനിക്ക് ചോക്ലേറ്റ് കേക്കാണ് ഭയങ്കര ഇഷ്ടം. കുറേ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴും ഇവിടെ ട്രോളാൻ തുടങ്ങി. നമ്മളെയൊക്കെ ബർത്ത്ഡേ വന്ന് പെട്ടെന്നൊരു വാനില കേക്ക് തട്ടിക്കൂട്ടി വെക്കും. അപ്പോൾ സ്വന്തം ബർത്ത്ഡേ വന്നപ്പോൾ ഭയങ്കര അങ്ങ് പൊലിപ്പീരാണ്. പിന്നെ സ്വന്തം ബർത്ത്ഡേക്കല്ലാതെ ആളുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ പൊലിക്കേണ്ടത്. എനിക്കൊരു സമയം കിട്ടിയില്ല ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒഴിക്കുന്നതേ ഉള്ളൂ. എനിക്ക് കൂടുതൽ ആർഭാടം കാണിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ അത്രയൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്ത നമ്മുടെ ബ്ലാക്ക് ചോക്ലേറ്റ് ഇല്ലേ, അത് നമ്മൾ വീട്ടുകാരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു എലഗൻ്റ് ആയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക് കളർ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, ഇത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ, മതിയല്ലോ. എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് ഈ കേക്ക് വരണം, അത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ അത് ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി കേക്കൊക്കെ മുറിക്കാം ഗൈസ്. ഇല്ല കേക്ക് കേക്കാണോ നല്ല ഞാനാണോ നല്ല എല്ലാം കൊള്ളാം. പ്രസവിച്ചേ ഉള്ളൂ, അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. അറ്റാച്ച്മെന്റ് മൊത്തം പപ്പ. മുറിക്കണ്ടേ ഗൈസ്? അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത ഡ്രസ്സാണ്. എനിക്ക് ഇങ്ങനത്തെ നെക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പിക്സൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തപ്പോഴേ പെൺപിള്ളേരെല്ലാം ചോദിച്ചു അത് ഏതാണ്, എവിടുന്നാണ് ഡ്രസ്സ്. അങ്ങനെ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നൊരു കാര്യം ഇതാണ്. എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് വരുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ആൾക്കാരൊന്ന് ചോദിക്കില്ലേ, പ്രത്യേകിച്ച് പെൺപിള്ളേർ. എനിക്ക് ഭയങ്കര സന്തോഷമാണത്. ഞാൻ ഓൺലൈൻ പർച്ചേസിംഗ് ഒന്നും അത്ര ഇഷ്ടമല്ല. എങ്കിലും ഞാനിത് എടുത്തത് ഓൺലൈനിൽ നിന്നാണ്. മിന്ത്രയില്ലേ, അതിനകത്തുനിന്ന് എടുത്തതാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അതിനകത്തെ ഡ്രസ്സൊക്കെ. ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു, പ്രത്യേകിച്ച് ബർത്ത്ഡേസ് കാര്യങ്ങളൊക്കെ. പക്ഷേ എൻ്റെ പപ്പ മരിക്കുന്നത് ഓഗസ്റ്റിലാണ് കേട്ടോ. അപ്പം ഞാൻ ഓഗസ്റ്റ് 2 ജനിക്കുന്നത്, പപ്പ മരിക്കുന്നത് ഓഗസ്റ്റ് 7. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 3-4-5 വർഷം സെലിബ്രേറ്റ് ചെയ്യാറേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ദുബായി പോയ ശേഷമാണ് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് ഓർത്ത് വെച്ചു കേട്ടോ. നമ്മൾ എന്നോ പറഞ്ഞൊരു കാര്യം നമ്മളുടെ ബർത്ത്ഡേസൊക്കെ ഓർത്ത് വെച്ച് നമുക്ക് സർപ്രൈസൊക്കെ തന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വീട്ടിൽ അയച്ചു കൊടുത്തപ്പം മമ്മിയൊക്കെ പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണല്ലോ, പപ്പായ്ക്ക് ഇതൊക്കെ തന്നെയാണല്ലോ ഇഷ്ടം. പിന്നീടാണ് ഒരു 3-4-5 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ ബർത്ത്ഡേസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ പ്രാവശ്യം അങ്ങനെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം ഫ്രണ്ട്സ് കുറവാണ് നാട്ടിൽ, പിന്നെ ഉള്ളവരെല്ലാം അബ്രോഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കത്തികളും അങ്ങനെ നമ്മുടെ ചെറിയ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് ആസ്വദിച്ച് കേക്ക് കഴിക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വാട്സപ്പിലൊക്കെ ഭയങ്കര വിഷസ്. അപ്പം വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്നെ അറിയാത്തവർ വരെയാണ് എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് നമ്മളോടുള്ള സ്നേഹം അവർ കാണിച്ചത്. അപ്പോൾ എല്ലാവരോടും നന്ദി. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.